അറിവിനെയും മൂല്യത്തെയും ഒരുപോലെ വളർത്തുന്ന സർഗോത്മക വിദ്യാഭ്യാസത്തിൻ്റെ ഈറ്റിലമായ വിദ്യാക്ഷേത്രം സെൻറ്റ് മൈക്കിൾസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ ഇന്ന് 67ാമത് സ്കൂൾ ആനുവൽ ഡേക്ക് ഈ വിദ്യാലയം അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. അറിവ് വെറും പഠനമല്ലെന്നും അച്ചടക്കം വെറും നിയമമല്ലെന്നും മാനവികത പ്രവൃത്തിയിലാണെന്നും കുരുന്നുകളെ പഠിപ്പിക്കുന്ന ഈ വിദ്യാലയം കൊഞ്ചലുകളും കളിച്ചിരികളും കരച്ചിലുകളും നിറഞ്ഞ അഴുകുറ്റ ബാല്യം ആസ്വദിക്കുന്ന കുരുന്നുകൾ മാസങ്ങൾ നീണ്ട പരിശീലനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും പരിസമാപ്തി കുറിക്കുന്ന ഈ ആഘോഷ സായാഹ്നത്തിലേക്ക് റിതം ഓഫ് ദി ലിറ്റിൽ ഫീറ്റ്സ് 2K26 ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസത്തിലൂടെ കരകളെയും നാടിനെയും നവീകരിക്കുകയും ഗുണീകരിക്കുകയും ചെയ്യുന്ന എന്ന ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെ ചിന്തകൾക്ക് കർമ്മവീഥികളിലൂടെ ഉത്തരം നൽകുന്ന ആരാധന സന്യാസി സമൂഹത്തിലെ അധ്വാനത്തിൻ്റെയും കഠിന പരിശ്രമത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് കിഴക്കിൻ്റെ വെന്നീസായ ആലപ്പുഴയുടെ മണ്ണിൽ മനോഹരമായ ഈ വിദ്യാക്ഷേത്രം പടുത്തുയർത്തിയത്. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇന്ന് 67 വർഷങ്ങൾ പിന്നിട്ട് 67ാമത് വാർഷികം ആഘോഷിക്കുന്നു. സ്ഥാപക പിതാവിൻ്റെയും സഹസ്ഥാപക ദേവദാസി ശന്താളമ്മയുടെയും വിദ്യാഭ്യാസ ദർശനം വരും തലമുറയിലേക്ക് കലർപ്പില്ലാതെ ഒഴുക്കാൻ ആരാധന സന്യാസിനി മക്കൾ വിദ്യാഭ്യാസ പ്രേഷിതത്വത്തിലൂടെ ശ്രമിക്കുന്നു. ഇന്നത്തെ സുന്ദരമായ വേദി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകളും സന്തോഷവും ആഘോഷിക്കാൻ ഒരുക്കിയതാണ്. റിതം ഓഫ് ദി ലിറ്റിൽ ഫീറ്റ്സ് എന്ന മനോഹരമായ പേരിൽ തന്നെ താളമുണ്ട്, ആവേശവുമുണ്ട്. അവരുടെ ചെറിയ കാലടികൾ ഇന്ന് ഈ വേദിയിൽ ചുവടുവെക്കുമ്പോൾ അത് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ആദ്യ ചുവടുവെപ്പുകളാണ്. അവരുടെ ഓരോ ചുവടുകളും നമുക്ക് ആസ്വദിക്കാം. ഇന്നത്തെ ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. തത്തമ്പള്ളി സെന്റ് മൈക്കിൾസ് പള്ളിയുടെ ആത്മീയ ആചാര്യൻ ബഹുമാനപ്പെട്ട ഫാദർ ജേക്കബ് പൂമറ്റത്തിൽ, ഫാദർ എബിസൺ കുളക്കോട്ടിൽ, ആരാധന സന്യാസി സമൂഹത്തിന്റെ പ്രൊഫഷൻ കൗൺസിലർ ഡോക്ടർ സിസ്റ്റർ എമിലി തെക്കേ തെരുവിൽ, SABS ഈ യോഗത്തിന്റെ ആശംസകൾ അറിയിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീമതി ഷേർലി ആന്റണി, ലോക്കൽ മാനേജർ മദർ മാർഗ്രറ്റ് കുന്നേൽ SABS, ഈ നഴ്സറി സ്കൂളിന്റെ വളർച്ചയിൽ അഹോരാത്രം അധ്വാനിക്കുന്ന പ്രിൻസിപ്പാൾ സിസ്റ്റർ റോസിൻ പള്ളിയിൽ SABS എന്നിവരെയും നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഹർഷാരവത്തോടെ സ്വാഗതം ചെയ്യാം. Let's begin this special day by seeking the blessings of the God Almighty, who guides us with grace and wisdom. വചനം പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശമായി നമ്മുടെ ജീവിതങ്ങളെ നയിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്നത്തെ ചടങ്ങുകൾക്ക് ദൈവാനുഗ്രഹം യാചിച്ചുകൊണ്ട് വേദിയിലെത്തുന്നു ആത്മീയ നൃത്താവിഷ്കരണവുമായി UKG കുരുന്നുകൾ. വചനം 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 ആദിമനാദം വചനം ആദിമരൂപം വചനം പാവനവചനം ഭാസുരവചനം പാപവിമോചക വചനം
ആദിമനാദം വചനം ആദിമരൂപം വചനം പാവനവചനം ഭാസുരവചനം പാപവിമോചകവചനം വചനം 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 സാനി സനി ദമ ഗമദനി നീദ നീദ നിദ മഗ രി ഗമദ ദമദ മദ മഗ രി സരി ഗമ മഗ സരി ഗമ രി ഗമദ ഗമദ മദനി സാനി സനി ദമ ഗമദനി നീദ നീദ നിദ മഗ രി ഗമദ ദമദ മദ മഗ രി സരി ഗമ മഗ സരി ഗമ രി ഗമദ ഗമദ മദനി സാ നീ ദ മ ഗമദനി മദനി സരി സ ഗമദനി മദനി സരി സ ഗമദനി മദനി സരി സ അഗ്നിയായി മേഘമായി കാത്തുപാലിച്ചൊരു വചനം ചെങ്കടൽ രണ്ടായി പിളരുവാൻ കൽപ്പിച്ച വചനം അഗ്നിയായി മേഘമായി കാത്തുപാലിച്ചൊരു വചനം ചെങ്കടൽ രണ്ടായി പിളരുവാൻ കൽപ്പിച്ച വചനം സീനായിലന്നു തൻ കൽപ്പനയേകിയ വചനം മന്നയായി പറവയായി ഭക്ഷണമേകിയ വചനം സീനായിലന്നു തൻ കൽപ്പനയേകിയ വചനം മന്നയായി പറവയായി ഭക്ഷണമേകിയ വചനം 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 മോശയെ സാംസനെ ദാവീദിനെ ഭൂമിക്കു നൽകിയ വചനം മോശയെ സാംസനെ ദാവീദിനെ ഭൂമിക്കു നൽകിയ വചനം ആദിമനാദം വചനം ആദിമരൂപം വചനം പാവനവചനം ഭാസുരവചനം പാപവിമോചകവചനം ആദിമനാദം വചനം ആദിമരൂപം വചനം പാവനവചനം ഭാസുരവചനം പാപവിമോചക വചനം 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 സനിധമഗ സ വചനം 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 സാ, നീ, ദ, മ, ഗമദനി മദനി സരി സ ഗമദനി മദനി സരി സ ഗമദനി മദനി സരി സ മരുഭൂമിയിൽ നിന്നുയരുന്ന ശബ്ദമാം വചനം വിധിയൊരുക്കുവാനാഗതനായൊരു വചനം മരുഭൂമിയിൽ നിന്നുയരുന്ന ശബ്ദമാം വചനം വീഥിയൊരുക്കുവാനാഗതനായൊരു വചനം കാലിത്തൊഴുത്തിലെ പൊന്നുണ്ണിയായൊരു വചനം കാൽവരിയിൽ സ്വന്ത ജീവൻ സമർപ്പിച്ച വചനം കാലിത്തൊഴുത്തിലെ പൊന്നുണ്ണിയായൊരു വചനം കാൽവരിയിൽ സ്വന്ത ജീവൻ സമർപ്പിച്ച വചനം 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 ശീമോനെ തോമായെ പൗലോസിനെ ഭൂമിക്കു നൽകിയ വചനം ശീമോനെ തോമായെ പൗലോസിനെ ഭൂമിക്കു നൽകിയ വചനം ആദിമനാദം വചനം ആദിമരൂപം വചനം പാവനവചനം ഭാസുരവചനം പാപവിമോചകവചനം വചനം ആദിമനാദം വചനം ആദിമരൂപം വചനം പാവനവചനം ഭാസുരവചനം പാപവിമോചകവചനം വചനം 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 സനിധമഗ സ വചനം 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 എന്നാൽ ഔദ്യോഗികമായി ഏവർക്കും സ്വാഗതം ആശംസിക്കാനെത്തുന്നു കാതലിൻ, ജൊഹന്ന, നെസ, അമേലി, സാറ ആൻഡ് ഇവ. Good evening to all. Today, Mars
of our school annual day, Rhythm of Little Feet. As we celebrate the inauguration and learning ceremony, with gratitude and pride, we warmly welcome our provincial councillor and Mary Rani Public School Laikadu principal, our beloved Dr. Sister Emily Devil, whose presence blesses and inspires our school community. Respected Reverend Father Jose Mugalai, our beloved vicar and the president of today's function. Dear Father, your special support and blessings are a great strength to our school. We extend to you a hearty welcome. Today is a very happy and special day for all of us as we celebrate our annual day. We are proud and honored to welcome our ward councillor Mrs. Shirley Anthony to our program. Today is a special day for our little stars, and we are truly honored by the presence of our local manager, Mother Margaret Unnel. Your loving guidance and constant encouragement inspire us always. We extended to you a very warm welcome to the function. We are happy to welcome our beloved principal, Sister Rosin Tellil, to this beautiful function. Sister, you are great guide and inspiration to all of us. A hearty welcome, dear sister. Respected Father, sisters, dear teachers, lovely parents, and all our dear guests, a very warm welcome to our annual celebration. Thank you for your love, support, and messages. Please enjoy our programs. Engage us with your big smiles and claps. Once again, welcome everyone and thanks. ഇന്നത്തെ ഈ ചടങ്ങുകളുടെ വിജയത്തിൻ്റെ പിന്നിലെ ശക്തി സെൻറ് മൈക്കിൾസ് നേഴ്സറി സ്കൂളിൻ്റെ സാരഥി സിസ്റ്റർ റോസിൻ ടെല്ലിലിനെ 2025-26 അധ്യയന വർഷത്തിലെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു. To take us through the remarkable journey of our nursery school over the past year, it is now time for the presentation of school annual report. Good evening to all. Respected Chief Guest, Provincial Councillor Dr. Sister Emily Tekketerevil, Assistant Vicar St. Michael's Church Tathamballi, Reverend Father Jacob Pumatam, our local manager Mother Margaret Kundel, Ward Councillor Shirley Mom, Reverend Fathers, Sisters, teachers, parents and my dear children. I am glad to present the annual report of St. Michael's English Medium Nursery School, Tathamballi for the academic year 2026 and
2025 and 2026. Children are the precious gift of God, as we read in the Gospel. Jesus placed his hands on each of the children and blessed them. These words are consoling and inspire us to nurture every child with love, care, and values. We lovingly remember our former principal, Sister Raymary SABS, who served this institution for the past 2 years. Sister Anju Maria SABS, Miss Bindu, Miss Biji, who left the school last year. We sincerely thank for her valuable contribution in encouraging the children in academics and moral support. We warmly welcome Miss Milu Tony to our school family for the academic year 2025 and 2026. We are happy to have you with us. This year the total strength of school is 87 students. There are 3 teachers and Aya. Every day the classes begin 10 a.m. in the morning after prayer and assembly. We have adopted a curriculum aimed at the personality development and from promoting their inborn talents. Our syllabus helps the children to develop an interest in learning the basic of Malayalam, English, mathematics to promote the interest and attention of children in studies. We are conducting the examinations. The same time, we also give special attention to weak students. Each and every child has chance to celebrate their own birthday in our school. The whole school pray for them and greet them in a very special day. First, second, and third rank holders are congratulated and their photos are displayed on the notice board. Dance classes are conducted every Friday under the guidance of the famous dancer Ginny Sir. This concludes the first part of the annual report. The remaining details of the annual report will now be displayed on the screen. Kindly turn your attention to the screen. School reopening. The school reopened on 5th June 2025. The reopening day was inaugurated by our local manager, Mother Margaret Kunnel. Various programs presented by our children made the day joyful and memorable. Father's Day. The first celebration of the academic year was Father's Day. English and Malayalam speech competitions and a selfie photo contest were conducted on 18th June. Many students participated enthusiastically and class-wise prizes were distributed to the achievers. വിശിഷ്ടാതിഥികളെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ വിശിഷ്ട വ്യക്തികളും വേദിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് ഉപവിഷ്ടരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. The priesthood is the love of heart of Jesus. വിശ്വാസത്തിൻ്റെ വഴിയിൽ പ്രകാശമായി മാറുന്നവനാണ് യഥാർത്ഥ വൈദികൻ. ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രഭചൊരിഞ്ഞുകൊണ്ട് തത്തമ്പള്ളി ഇടവകയുടെ ആത്മീയ നേതൃത്വമായി മാറിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ റവറൻഡ് ഫാദർ ജോസ് മുകളിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അച്ഛനിന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ആയതിനാൽ ഇടവക വികാരിയോടൊപ്പം ഇടവകയെ നയിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ആത്മീയ ഉപദേഷ്ടാവായി നിലകൊള്ളുന്ന ഫാദർ ജേക്കബ് പൂമറ്റത്തിലിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ കൗൺസിലർ, സെൻറ്റ് മൈക്കിൾസ് നഴ്സറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ, SABS ആരാധനാ മഠത്തിൻ്റെ മദർ സുപ്പീരിയർ, വാർഡ് പ്രസിഡൻറ്റ്, പ്രിയ മാതാപിതാക്കന്മാരെയും പ്രിയ സഹോദരന്മാരെയും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാന ആകർഷണമായ ഈ നഴ്സറി സ്കൂളിലെ പ്രിയ കുഞ്ഞുമക്കളെ, ഒത്തിരി സന്തോഷം എല്ലാവരോടും കൂടെ ഇന്ന് ഈ സുദിനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ. ഒരു വർഷത്തെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ആകത്തുക നമ്മൾ റിപ്പോർട്ടിൽ കാണുകയുണ്ടായി.
ഈ കുഞ്ഞുമക്കൾ എത്ര ഉത്സാഹത്തോടും എത്ര കാര്യക്ഷമവുമായിട്ടാണ് തങ്ങളുടെ ജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ, പഠനത്തെയും പാഠ്യേതര വിഷയങ്ങളിലുള്ള പങ്കാളിത്തവും അവരുടെ ഒരു ഉത്സാഹമൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷവും ആനന്ദവും മനസ്സിൽ നിറയുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ SABS സിസ്റ്റേഴ്സിൻ്റെ കീഴിലുള്ള പരിശീലനം ലഭിക്കുമ്പോൾ ജീവിതത്തെക്കുറിച്ച് തന്നെ വലിയ ഒരു ഉൾക്കാഴ്ചയും കാര്യപ്രാപ്തിയും ഇവർക്ക് കൈവരുന്നു എന്നത് നമുക്കെല്ലാവർക്കും ഇന്നത്തെ ഈ റിപ്പോർട്ടിലൂടെ തന്നെ വ്യക്തമായ കാര്യമാണ്. പരസ്പരം അറിയാനും നല്ല ഒരു സ്കൂൾ കാലഘട്ടം ആരംഭിക്കുന്നത് ഒരു നഴ്സറി സ്കൂളിൽ നിന്നാണ്. നഴ്സറി സ്കൂളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഒരു കുട്ടി ആദ്യമായിട്ട് സ്കൂളിലേക്ക് കടന്നു വരുന്നത് ഒരു നഴ്സറി സ്കൂളിലേക്കാണ്. മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ നിന്ന് അധ്യാപകരുടെ പരിശീലനത്തിനായി ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ആ സ്കൂളിൽ ആ കുഞ്ഞിനെ കാത്തിരിക്കുന്ന രണ്ടാമത്തെ മാതാപിതാക്കന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് അധ്യാപകരെ അല്ലെങ്കിൽ ഇവിടെയുള്ള സിസ്റ്റേഴ്സിനെ വിളിക്കാവുന്നതാണ്. അവരെ പരിശീലിപ്പിക്കുന്നതിൽ ഒരു പ്രൊഫഷണലിസം എന്നതിനേക്കാളുപരി ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവുമാണ് കൂടുതലായിട്ടും അവർക്ക് ആവശ്യമെന്ന് നമുക്കറിയാം. അത് ഈ നഴ്സറി സ്കൂളിൽ ലഭിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. ഓരോ കുഞ്ഞിനെയും വ്യക്തിപരമായും ആ കുഞ്ഞിൻ്റെ പ്രത്യേകതകളൊക്കെ അറിഞ്ഞ് കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നതിൽ സിസ്റ്റേഴ്സ് വളരെ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിന് എല്ലാവർക്കും വളരെ സ്നേഹത്തോടു കൂടി തന്നെ 1000 അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു. ഓരോ കുഞ്ഞും ഒരു മാലാഖയാണ് എന്നാണ് പറയുന്നത്. ആ മാലാഖയുടെ ചിറകുകൾ കുറയുന്നു, കാലുകൾ വളരുന്നതനുസരിച്ച് ചിറകുകൾ കുറയുന്നു. അങ്ങനെയാണ് ഒരു പ്രശസ്തമായ പഴമൊഴി പറയുന്നത്. അപ്പോൾ നമ്മുടെ മാലാഖ കുഞ്ഞുങ്ങളെ അവരുടെ നിഷ്കളങ്കതയും അവരുടെ ആനന്ദവും നമുക്ക് ദൃശ്യമാവുന്ന ഒരു വിരുന്നാണ് ഇന്നത്തെ ഈ ആനുവൽ ഡേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ നിഷ്കളങ്കതയും അവരുടെ ആനന്ദവും എന്നും കെടാതെ സൂക്ഷിക്കാനായിട്ട് മാതാപിതാക്കന്മാരെന്ന നിലയ്ക്കും അധ്യാപകരെന്ന നിലയ്ക്കും അവരുടെ വളർച്ചയിൽ വലിയൊരു പങ്ക് നാം ഓരോരുത്തരും വഹിക്കുന്നുണ്ട്. അവരെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വഴി നടത്താനും അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെ സ്നേഹത്തോടെ കൈപിടിച്ച് നടത്താനും നമുക്കെന്നും പരിശ്രമിക്കുകയും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പരിശ്രമിക്കാം. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും പുരോഗതിക്കും പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന നല്ല പൗരത്വമുള്ള വ്യക്തികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാനായിട്ട് സാധിക്കട്ടെ. ഇന്നത്തെ ഈ ആനുവൽ ഡേ അതിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ കൊണ്ടാടുമ്പോൾ കുട്ടികളുടെ കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു സമയമാണ്. അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൽ കൂടുതൽ ഉത്സാഹത്തോടെ ആയിരിക്കാം. കാരണം ഓരോ കുഞ്ഞും സ്വപ്നം കാണുന്നത് മാതാപിതാക്കന്മാരുടെ ആ ഒരു സ്നേഹവും കരുതലുമാണ്. കുട്ടികളുടെ ഭൗതികമായും അവരുടെ ബുദ്ധിപരമായ വളർച്ചയ്ക്കും മാനസികമായ വളർച്ചയ്ക്കും മാതാപിതാക്കന്മാരുടെ സപ്പോർട്ടും സാന്നിധ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണിൻ്റെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും കൂടുതലായിട്ടുള്ള ഉപയോഗത്തിൽ നമ്മൾ പലപ്പോഴും കുട്ടികളുടെ ആവശ്യങ്ങൾ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ അവഗണിക്കാറുണ്ട്. എന്നാൽ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞ് പഠിക്കുന്നത് പ്രധാനമായും മാതാപിതാക്കന്മാരെ നോക്കിയാണ്, മാതാപിതാക്കന്മാരുടെ മുഖത്തു നിന്നാണ് അല്ലെങ്കിൽ അധ്യാപകരുടെ മുഖത്തു നിന്നാണ്. അപ്പോൾ അവർ കാണുന്ന ആ മുഖങ്ങളിൽ നിന്നാണ് അവർ കൂടുതൽ പഠിക്കുന്നത്. പാഠപുസ്തകങ്ങളെക്കാൾ ഉപരി ആ മുഖങ്ങളിൽ വിരിയുന്ന ഭാവങ്ങളാണ് അവർ പകർത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ
സാന്നിധ്യവും നമ്മുടെ ആ ഒരു സ്നേഹവും എന്നും അവരോട് കൂടെ ഉണ്ടാകണം. അവരുടെ വളർച്ചയ്ക്ക് അത് പ്രധാനപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ തന്നെ അവരുടെ ജീവിതത്തിനെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ പൂവണിയുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി നമുക്ക് സമയം മാറ്റിവെക്കാനായിട്ടും സാധിക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരുടെ ഈ ഒരു കലാപ്രകടനങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനിയും നല്ല കലാപരമായിട്ടുള്ള വിരുന്ന് നമുക്ക് വേണ്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം അതെല്ലാം ആസ്വദിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ഈ സമയം ഫലപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. ഇത് ഔദ്യോഗികമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ. ആരാധന സന്യാസി സമൂഹത്തിൻ്റെ പ്രൊഫഷണൽ കൗൺസിലറും ലായിക്കാട് ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏവരും അതിനായി എഴുന്നേറ്റ് നിൽക്കുക. ആരാധന സന്യാസി സമൂഹത്തിൻ്റെ പ്രൊഫഷണൽ കൗൺസിലറും ലായിക്കാട് മേരി റാണി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പളും മികച്ച ഒരു അധ്യാപികയും അതിലുപരി താൻ അനുഭവിച്ച ക്രിസ്തു സ്നേഹം അവരിലേക്ക് പരിധിയില്ലാതെ ഒഴുക്കുന്ന ഒരു സന്യാസിനി, സദാ പ്രസന്നവധിയായി തൻ്റെ കർമ്മരംഗങ്ങളിൽ വ്യാപരിക്കുന്ന നരം തികഞ്ഞ ഒരു ക്രിസ്തു മണവാട്ടി ഡോക്ടർ സിസ്റ്റർ എമിലി തെക്കി തിരുവിലിനെ ഏറെ സ്നേഹത്തോടുകൂടെ ഉദ്ഘാടന പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Good evening to all. Bad evening to all. So this is not a good evening and a bad evening. So moderate evening. ഒന്ന് ഉറക്കെ പറഞ്ഞാലോ? ഗുഡ് ഈവനിങ് പോരാ, കുട്ടികളാണ് ബെറ്റർ. ഞാൻ എൻ്റെ പിള്ളേരോട് ചോദിക്കട്ടെ. ഗുഡ് ഈവനിങ്. ഓ, ചൂട് കൂടുതലുണ്ടല്ലേ? ഫാനൊക്കെ ഉണ്ട് എല്ലാവർക്കും? കാറ്റെല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും എന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അല്ലേ? നമ്മുടെ ഒരു ക്ലാസ് വളരെ മനോഹരമായിട്ട് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്ത, നിങ്ങൾ സഹകരിച്ച, നിങ്ങൾ പങ്കെടുത്ത ഒരു ക്ലാസ്സിൽ പല പരിചയമുള്ള മുഖങ്ങൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം കാണാനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ സംസാരിച്ച് സമയം കളയുന്നില്ല. പക്ഷേ അപ്പോഴും നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണ് മനസ്സിൽ. ഒരു ഉദ്ഘാടനത്തിനൊക്കെ നമ്മുടെ പ്രൊവിൻഷ്യൽ ടീമിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് തോന്നിയത്. കാരണം കുട്ടികളോടൊപ്പം മാതാപിതാക്കളും മത്സരിച്ച് വിജയിച്ച കുറേ കാര്യങ്ങളാണ് നിങ്ങളുടെ ആനുവൽ റിപ്പോർട്ടിൽ ഞാൻ കണ്ടത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കുട്ടികൾക്കാണോ കോമ്പറ്റീഷൻ, പാരൻസിനാണോ കോമ്പറ്റീഷൻ? ഒന്നിനൊന്ന് ബെറ്ററായിട്ട് നിങ്ങൾ മിടുക്കരായിട്ട് മാറിയ ഒരു വലിയ ചരിത്രം, ഒരു നല്ലൊരു ഹിസ്റ്ററി ഞാൻ കണ്ടു. അത് നിങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്ററിൻ്റെ മികച്ച ലീഡർഷിപ്പ് കൊണ്ടാണ്. അതുകൊണ്ട് റോസൽ സിസ്റ്ററിനൊരു നല്ല കയ്യടി നമുക്ക് കൊടുക്കാം. ഒട്ടും വിഷമിക്കാതൊരു നല്ല കയ്യടി പ്രതീക്ഷിക്കാവുന്ന ഒരാൾ തന്നെയാണ്. ഒരുപാട് വ്യത്യാസങ്ങളാണ് ഞാൻ ഈ നഴ്സറിയിൽ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഞാൻ കാണുന്നത്. റോസൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുട്ടിയാണ്. വളരെ ആക്റ്റീവാണ്. വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ക്രോഡീകരിക്കാനും ഒക്കെ കഴിവുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ സഹകരിച്ച് വിട്ടുകൊടുത്താലും നമ്മുടെ മക്കളെ ഇങ്ങനെ വാനോളം ഉയർത്താനായിട്ട് സിസ്റ്റർ റോസലിൻ്റെ കഴിവുണ്ട്. തന്നെയുമല്ല ഫോളോ ചെയ്യും കുട്ടികളെ. അതാണ് വേറൊരു ഞാൻ റോസലിൽ കണ്ടിരിക്കുന്ന ഒരു ഗുണം. പഠിപ്പിച്ച കുട്ടികളെല്ലാം ഫോളോ ചെയ്യും. അവരുടെ സുഖവിവരങ്ങൾ അറിയും, അവരെക്കുറിച്ച് അവരുടെ വേറെ ബോർഡ്സ് അറിയും.
അവരെവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് അവരുടെ പഠന മികവ് എന്നൊക്കെ അന്വേഷിക്കും. വേണ്ട സമയത്ത് ഇൻട്രാക്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ നിങ്ങൾ ഭാഗ്യപ്പെട്ട ഒരു ഗ്രൂപ്പാണെന്ന് ഞാൻ പറയും. അത്ര നല്ലൊരു സിസ്റ്ററിനെ നിങ്ങൾക്ക് ലഭിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്ത് പകർന്നു കൊടുത്തോ അതിനേക്കാൾ ഇരട്ടിയായിട്ട് റോസിൻ അതിവിടെ ചെയ്തു. അത് കാണുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. വളരെ മനോഹരമായൊരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ആ ജനറേഷൻ ഏത് ജനറേഷനാണെന്നറിയാമോ? കുട്ടികളുടെ ജനറേഷൻ. അങ്ങനെ കുറേ ജനറേഷൻസൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ അറിയാമോ? നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല. ആൽഫ ജനറേഷൻ എന്നാണ് ഈ കുഞ്ഞുങ്ങളെ പറ്റി പറയുക. AI ജനറേഷൻ. അവർ ജനിച്ചു വീഴുന്നത് തന്നെ അതായത് AI-യുടെ കൈകളിലേക്കാണ് അല്ലേ. AI എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്ക്രീനിൽ പോലും AI-യുടെ ആ പിക്ചർ കണ്ടു ഞാൻ. അതിൻ്റെ നിങ്ങളുടെ സ്ക്രീൻ പോലും AI ഡെവലപ്ഡ് ആയിരുന്നു. അത് കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മികവ് നമുക്കറിയാം. പക്ഷേ അതുപോലെ തന്നെ അത്രയ്ക്ക് സ്ട്രോങ് ആണ്, അത്രയ്ക്ക് ഫാസ്റ്റാണ് ഈ കുട്ടികൾ. അപ്പോൾ ഇവരുടെ കൈകളിൽ ഡിജിറ്റൽ അറിവുകൾ എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഡിജിറ്റൽ യുഗത്തിൻ്റെ ആരംഭത്തിലുള്ളവരാണെങ്കിൽ ഇവർ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഏറ്റവും മോഡസ്റ്റ് വേർഷനാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അപ്പം അവരോട് നമ്മൾ സംവദിക്കുമ്പോൾ, അവരോട് നമ്മൾ ഇടപെടുമ്പോൾ വളരെയധികം നമ്മളും അപ്ലോഡഡ് ആകേണ്ടതുണ്ട്, ശരിക്കും അപ്ഗ്രേഡഡ് ആകേണ്ടതുണ്ട്. അത് തന്നെയാണ് എനിക്ക് മാതാപിതാക്കളോട്, ചിലപ്പം ചില മാതാപിതാക്കളൊക്കെ പറയും അവൻ്റെ കയ്യിലോട്ടും കൊടുത്താൽ മതി, LKG ആണ്, പക്ഷേ അവൻ സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും അതെവിടെ തപ്പി പിടിച്ചെടുക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ സാധനം അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു അപകടം നിറഞ്ഞൊരു കാലഘട്ടം കൂടിയുണ്ട്. നമ്മളത് ക്ലാസ്സിൽ ഞാൻ നന്നായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഇവരിൽ നിന്ന് നിങ്ങൾക്കിത് മറയ്ക്കാനോ ഒളിക്കാനോ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യയെ വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാനായിട്ടും വേണ്ട വിധം കൺട്രോൾഡ് മോഡറേറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ടും ഇവരെ പഠിപ്പിക്കുക, അതിന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏക കാര്യം. നമ്മൾ ഈയിടെ ഞാൻ വായിച്ചൊരു കാര്യം ഞാൻ ഓർക്കണം. നമുക്കിപ്പോൾ വായിക്കാനൊക്കെ ഇഷ്ടം പോലെ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ. അതിനകത്ത് വായിച്ചൊരു നല്ല കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. നമ്മളൊക്കെ എത്ര നാൾ ജീവിക്കുമെന്നാണ് നമ്മളുടെയൊക്കെ വിചാരം? ഒന്ന് സഹകരിക്കണേ. ഒരുപാട് നാൾ ജീവിക്കാൻ താല്പര്യമുണ്ടോ എല്ലാവർക്കും? ഒരു 90 ഒക്കെ ഇയേഴ്സൊക്കെ ജീവിച്ചിരുന്നാൽ കൊള്ളാമെന്നുള്ളവരുന്ന് ഒരു 90 വർഷം 1-2 പേരൊക്കെ ഉണ്ട്, പാവം നല്ല അമ്മച്ചിമാരൊന്ന് കൈയടി കൊടുക്കാം. ഒരു 80 സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട് ഏറിയാൽ 80 വർഷം കൃത്യമായിട്ട് നമ്മളുടെ കണക്ക് പറയുന്നുണ്ട്. ഏറിയാൽ 80 വർഷം. ഞാൻ അതിനെ 5 വർഷം കൂടെ കുറച്ച്, ദൈവമേ നല്ല ബോധത്തോടെ ഒരു 75 വർഷം ജീവിക്കാൻ സാധിച്ചാൽ തന്നെ അതൊരു വലിയ കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ 75 വർഷം എന്ന് നമ്മൾ വിചാരിച്ചാൽ ഈ 75 വർഷത്തെ നമുക്ക് എത്ര ദിവസങ്ങളായിരിക്കും? നമ്മൾ വിചാരിക്കും ഒരുപാട് നാളുണ്ടെന്നൊക്കെ വിചാരിക്കും കേട്ടോ. ഒരുപാട് നാളൊന്നുമില്ല, 27,000 ദിവസങ്ങളേ ഉള്ളൂ നമുക്ക്. അതിനകത്ത് നോക്കിക്കേ, അതിനകത്ത് ആദ്യത്തെ ഒരു 20 years എന്ന് പറയും നമ്മുടെ പഠനം, അച്ഛൻ്റെ അമ്മയുടെ വഴക്ക്, നമ്മുടെ കുറേ പ്രതീക്ഷകൾ, അങ്ങനെയൊക്കെയായിട്ട് നമ്മൾ എന്താ പറയുക 10ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് നടന്ന് കുറേ ദിവസം സ്കൂളിലും പോയി, കുറേ ദിവസം സ്കൂളിലും പോകാതെ അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ച ഒരു 20 years അങ്ങ് തീർന്നു അല്ലേ? പലർക്കും തീർന്നു, പലർക്കും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മാത്രമുള്ള ആ ഇയേഴ്സ് ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും 20 years, അതായത് 7100 ദിവസം തീർന്നു. വീണ്ടും ഒരു 20 years എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മളുടെ ലക്ഷ്യം? ഒരു ജോലി, പഠിച്ചതൊക്കെ വെച്ചൊരു ജോലി മേടിക്കണം, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ജോലി, കല്യാണം, കാര്യങ്ങളെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴായിരിക്കും വേണമെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുന്നത്, അതിനെ വളർത്തണം, അതിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 20 years കൂടി അങ്ങ് മാർക്കറ്റാണ്. അങ്ങനെ വരുമ്പോഴത്തേനും 7100 ദിവസം തീർന്നു. വീണ്ടുമോ ഒരു 20 കൂടെ എടുക്കുമ്പോഴത്തേനും അയ്യോ കുഞ്ഞിനെ കെട്ടിച്ചു വിടണം, ഒരു വീടുണ്ടാക്കണം. അപ്പോഴായിരിക്കും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കളെല്ലാം വളർന്ന് വലുതായി നമ്മളൊരു വീടുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ അതിൻ്റെ പുറകെ നടക്കുന്നത്. അങ്ങനെ ഒരു 20 years ആയപ്പോൾ വീണ്ടും 7100 ദിവസം തീർന്നു. അപ്പോൾ നോക്കിക്കേ, 60 വർഷങ്ങൾ കടന്നുപോയി നമ്മളറിയാതെ അല്ലേ? നമ്മുടെ ഗ്രാൻഡ് പാരൻസൊക്കെ ഇരിക്കുന്ന കാലം. വീണ്ടും ഒരു 20 years എന്ന് പറഞ്ഞാൽ അതാണ് ഏന്തിയും വലിഞ്ഞും നമ്മളെക്കുറിച്ച് ഓർത്ത് ഇച്ചിരി മുട്ടയിലൊക്കെ ഇച്ചിരി കുഴമ്പൊക്കെ തിരുമ്മി അല്ലേ, ഒരു വൈദ്യനെയൊക്കെ പോയി കണ്ട് നടുവിനൊക്കെ ഒന്ന് കൈയൊക്കെ വെച്ച് അല്ലേ, എനിക്കൊരു കൈയുണ്ട് കാലുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏന്തിയും വലിഞ്ഞും തീരുമാനിക്കുമ്പോഴത്തേനും സാധിക്കാത്ത ഒരു വർഷം അല്ല, എന്താണ് നമ്മുടെ ജീവിതം? അത് വളരെ തുച്ഛമായ വർഷങ്ങളാണ്, നമുക്കറിയാം. അപ്പം ഇങ്ങനെയുള്ള ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് തന്നെ, നിങ്ങളുടെ ഈ യുവത്വത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഈ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്,
നമ്മളും സന്തോഷമായിരിക്കുക, അബ്ബരനെയും തൃപ്തിപ്പെടുത്തുക. അല്ലേ? നമുക്ക് എന്താണ് മറ്റൊരാളിൽ കാണുന്നത് ഇഷ്ടപ്പെടാത്തത് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ സ്നേഹിച്ച് തുടങ്ങുക. ചിലരൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന കാണാം. ഒന്ന് കെട്ടി ഡിവോഴ്സ്, രണ്ടാമത് കെട്ടി ഡിവോഴ്സ്, മൂന്നാമത് കെട്ടി ഇനി അത് ഡിവോഴ്സ് ചെയ്താൽ നാട്ടുകാരെന്തെങ്കിലും പറയുമല്ലോ എന്നോർത്ത് ഏന്തിയും വലിഞ്ഞും കൊണ്ടു നടക്കുക. ഇങ്ങനെ ഒരു ഡിവോഴ്സിൻ്റെ ഒരു വലിയ നെട്ടോട്ടമാണ് പ്രിയപ്പെട്ടവരെ. ഈ ഡിവോഴ്സ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ളവരല്ല ഞാനിങ്ങനെ, നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാനും കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെയാണ് ഞാനീ പറയുന്നത്. ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഇങ്ങനെ മത്സരിച്ച് കല്യാണം കഴിച്ച് നടക്കുക. നമ്മൾ ഓരോരോ കഥകളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ, ക്രൈം സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, ഇവിടെ കല്യാണം കഴിക്കുക തിരിച്ച് രാജസ്ഥാനിൽ പോകുന്നു, അവിടെ കല്യാണം കഴിക്കുക തിരിച്ച് ഗുജറാത്തിൽ വരുന്നു, അവിടെ കല്യാണം കഴിക്കുക പിന്നെ എവിടെയെങ്കിലും പോകുന്നു. ഇങ്ങനെ കല്യാണം കഴിച്ച് ഓടി നടക്കുക, അവരെല്ലാം മരിച്ചു പോവുക. ഇങ്ങനെയൊക്കെയുള്ളൊരു, അതായത് ഇതാണ് നാട് അല്ലേ? പക്ഷെ ഞാൻ നിങ്ങളോട് പറയും, നമ്മൾ ഒരാളെ കല്യാണം കഴിച്ചാൽ അയാളുടെ കൂടെ ജീവിച്ച് മരിക്കുന്നത് ചലഞ്ചായിട്ട് എടുക്കണം അല്ലേ? ഏതായാലും ഒരു വിവാഹം കഴിഞ്ഞു, ഒരു കുടുംബജീവിതം ആരംഭിച്ചു, ആ ആളെ ദൈവം എനിക്ക് നിയോഗിച്ച വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ട് അയാളുടെ കുറവുകളിലേക്കൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിയ ബുദ്ധിമുട്ടാണ്. വളരെ ഷാർപ്പായിട്ട് പറഞ്ഞാൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളും അത്ര കുറഞ്ഞ ജനറേഷനല്ല, നമ്മൾ ഇൻ്റർനെറ്റ് ജനറേഷനാണ്. ആൽഫയ്ക്ക് മുമ്പുള്ള തൊട്ട് മുൻപുള്ള ഇൻ്റർനെറ്റ് ജനറേഷൻ തന്നെയാണ് നമ്മൾ. ഇൻ്റർനെറ്റിൻ്റെയൊക്കെ വളരെയധികം സാധ്യതകൾ തിരിച്ചറിഞ്ഞൊരു ജനറേഷനാണ് നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മീൻസ് ഞാൻ എന്നെ കൂട്ടുന്നില്ല, നിങ്ങൾ. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താ പ്രശ്നം എന്നറിയാമോ? വളരെ വൈബ്രേഷൻ കൂടുതലാണ് അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സൊല്യൂഷൻസ് വേണം. ആ സൊല്യൂഷൻസിന് മറ്റേ ആൾ തയ്യാറാകുന്നില്ല, ഉടനെ എന്ത് ചെയ്യണം? അടുത്ത ആളെ കണ്ടുപിടിക്കുക തന്നെയാണ് അല്ലേ? ഞാൻ പണ്ട് സ്കൂളിൽ 2000 മുതൽ ഞാനൊരു ഓരോ സ്കൂളുകളിലും പ്രിൻസിപ്പളായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ 2026 ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ചെറുപ്പത്തിൽ നമ്മളൊക്കെ കൊച്ചു പിള്ളേരുടെ പ്രേമങ്ങൾക്കും പ്രണയങ്ങൾക്കുമാണ് അയ്യോ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ പ്രണയിച്ച് പോകുന്നല്ലോ എന്നോർത്ത് ഭയപ്പെട്ടാണ് നടന്നതെങ്കിൽ, ഇപ്പോൾ പേരൻസിൻ്റെ ഇടയിലെ പ്രണയങ്ങളാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നൊരു വലിയ കാര്യം. എന്നോട് 2ാം ക്ലാസ്സുകാരി ഒക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പ്രണയങ്ങൾ പേരൻസ് തമ്മിൽ പ്രണയിക്കുന്നത്, അമ്മ വേറൊരാളെ അച്ഛൻ വേറൊരാളെ പ്രണയിക്കുന്നത് ഈ ആൽഫക്കാരനിരുന്ന് കാണുകയാണ്. അവൻ എന്താണ് ഒരു ലെസൺ ലഭിക്കുന്നത് അല്ലേ? ഇതൊക്കെ ഇവിടെ നടക്കുന്നില്ലായിരിക്കും. ഇത് ഇവിടെ നടക്കാത്തതിന് കാരണമുണ്ട്. ഇത് ആലപ്പുഴയല്ലേ? ആലപ്പുഴ എന്ന് പറയുമ്പോൾ എന്താണ്? കടലിൻ്റെ മനോഹാരിത കടലിൻ്റെ വിശാലത ഏറിയൊരു സ്ഥലമാണല്ലേ? കടൽ നമുക്ക് കാണാൻ വളരെ മനോഹരമാണ്, ശാന്തമാണ് അല്ലേ? തിരകൾ ഇങ്ങനെ ലളിതമായിട്ട് വരികയാണ്, എത്ര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അലയടിച്ചുയരുന്ന തിരയുടെ ഇടയിലും ഒരു ആഴം ഉൾക്കൊള്ളുന്ന കടലിൻ്റെ മക്കളാണ് നിങ്ങൾ ആലപ്പുഴ എന്ന് പറയുമ്പോഴത്തേന്. ഈ ആലപ്പുഴയിൽ ജീവിക്കുമ്പോൾ വിശാലതയുള്ള ഹൃദയം കൂടുതലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, വളരെ ചുരുങ്ങിയൊരു ജീവിതമേ ഉള്ളൂ. സന്തോഷത്തോടെ സ്നേഹിച്ച് സഹകരിച്ച് ക്ഷമിച്ച് വിട്ടുകൊടുത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒന്ന് ഡിസ്കസ് ചെയ്ത് പരസ്പരം സംസാരിച്ച് മൂന്നാമതൊരാൾ അതിനകത്ത് കയറാൻ അനുവദിക്കാതെ ഞാനും അവളും മാത്രമായിരിക്കുമ്പോൾ കുറേ ശാന്തമായി സംസാരിക്കാൻ, കടലിൻ്റെ ശാന്തത ആഴവും പരപ്പും എല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ വ്യക്തിത്വത്തെ ഒന്ന് മാറ്റിയിട്ട് ആ ഒരു നല്ല വ്യക്തിയായിട്ട് തീരാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട്, അതുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുവേണ്ടി നിങ്ങൾ തീരുമാനിക്കണമെന്നുള്ള എൻ്റെ ചെറിയ ഒരു റിക്വസ്റ്റും കൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ട്, ഈ ഒരു മനോഹരമായ സായാഹ്നം നിങ്ങൾക്കെല്ലാവർക്കും വളരെ വലിയ വിഷ്വൽ ട്രീറ്റാണ് ഇവിടെ ഇതിന് പ്രോഗ്രാം ലിസ്റ്റിലുള്ളത്. നമ്മുടെ മക്കൾ എത്ര സാധ്യതകളുള്ള മക്കളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആൽഫ യുഗമാണ് അവരിപ്പം ഇവിടെ കാണിച്ച പ്രയർ ഡാൻസ് നിങ്ങൾ കണ്ടു. വെൽക്കം സ്പീച്ച് എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു അല്ലേ? ഓരോ വരികളാണ് ഓരോരുത്തരെ പഠിപ്പിച്ച് എന്ത് മനോഹരമായിരുന്നു. ഒരു സിസ്റ്ററോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ നിന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്തപ്പം ഉണ്ടായ ആ ഒരു എന്തൂസിയാസം, ആ ഒരു സന്തോഷം, അതൊക്കെയാണ് ഇനിയും നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഉള്ളത്. അതിലേക്ക്, ആ വലിയ ട്രീറ്റിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു വലിയ സദ്യ വിഷ്വൽ ട്രീറ്റ് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ. സംഗീതം അത് കാതുകൾക്ക് ഇമ്പകരമാണ്. അതൊരു കുറുന്ന സ്വരത്തിലാണെങ്കിൽ ഏറെ മധുരകരവും. വേദിയെ സംഗീത ലഹരിയിൽ ആഴ്ത്താൻ എത്തുന്നു UKGയിലെ കുമാരി നസ മറിയം ജോയ്സ്.
സമ്മാനമേ ദിവ്യകാരുണ്യമേ ദിവ്യമാം പൂജ്യമേ യോവിധിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാതേകമേ സർവം എൻ ദാനം എന്നീശോ എൻ സ്വന്തം ഹൃദയം പറുദീസ എന്നീശോ എൻ പാന്യം സർവം എൻ ദാനം എന്നീശോ എൻ സ്വന്തം ഹൃദയം പറുദീസ എന്നീശോ എൻ പാന്യം അനവരതം കൃപചൊരിയും ഈശോയ്ക്കാരാധന ദിവ്യകാരുണ്യമേ സർവം നീ തന്നപ്പോൾ നൽകാനും ദേവേ ഞാൻ നിന്നിൽ വളർന്നിടാം അഴിയാനും ദേവേ ഞാൻ സർവം നീ തന്നപ്പോൾ നൽകാനും ദേവേ ഞാൻ നിന്നിൽ വളർന്നിടാം അഴിയാനും ദേവേ ഞാൻ സർവം എൻ ദാനം തിരുവിഷ്ടം എന്നിഷ്ടം വചനം എൻ ദീപം നൽസുഹൃതം എൻ ധർമ്മം സർവം എൻ ദാനം തിരുവിഷ്ടം എന്നിഷ്ടം വചനം എൻ ആത്മാർത്ഥമായ ജനസേവനത്തിന് അർപ്പിതയായ ഒരു ജനകീയ പ്രതിനിധി, സൗമ്യതയുടെ മുഖവുമായ ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീമതി ഷേർലി ആന്റണിയെ ഏറെ സ്നേഹത്തോടെ ആശംസ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനപ്പെട്ട നമ്മളുടെ കൊച്ചച്ച, ഇവിടെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായ സിസ്റ്റർ, ഏറ്റവും സ്നേഹമുള്ള MLA സിസ്റ്റർ, സുപ്പീരിയർ മദർ മാർഗരറ്റ് അമ്മ, ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളെ, ടീച്ചേഴ്സ്, ഏറെ സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, നമ്മുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിരിക്കുന്ന സ്കൂളുകളിൽ നാലാമത്തെ ഒരു നേഴ്സറി സ്കൂളുമുണ്ട്. SDV JB HS, SDV ബോയ്സ് HS, മറ്റേ ചെറിയ 4ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂൾ കൂടെ ഉണ്ട്. അങ്ങനെ ഈ സ്കൂളിൻ്റെയൊക്കെ വാർഷികത്തിന് ഞാൻ പങ്കെടുത്തെങ്കിലും ഏറ്റവും സുന്ദരമായ ഒരു നിമിഷമാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം സ്കൂൾ ആനിവേഴ്സറി എന്ന് വെച്ചാൽ നമുക്ക് സ്കൂൾ കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ്. ആ നിമിഷമെന്ന് പറഞ്ഞാൽ സ്കൂളിലെ കുട്ടികൾക്ക് അത്രയും സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ദിവസമാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഈ സ്കൂളിൻ്റെ ഈ നേഴ്സറിയുടെ ഈ വാർഷികാഘോഷത്തിന് ഞാൻ കണ്ട ഏറ്റവും കൗതുകകരമായ ഒരു വസ്തുത, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്നതാണ്. മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് കുട്ടികൾ അവിടെ കാണത്തില്ല. പക്ഷെ മാതാപിതാക്കൾ മാത്രമേ ആ പോയ സ്കൂളുകളിലെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികൾ സ്വാതന്ത്ര്യം കിട്ടിയത് ദുരുപയോഗപ്പെടുത്തുക എന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സ്കൂൾ ഹാളിൽ കണ്ടില്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ നേഴ്സറി സ്കൂളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. കാരണം സ്കൂളിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്നും നമുക്ക് ആദ്യമായി കയറി വരുന്നത്, അക്ഷരങ്ങളുടെ ലോകത്തേക്ക് വരുന്നത് ഈ നേഴ്സറിയുടെ മുറ്റത്തേക്കാണ്. ഈ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമാണ് 3.5 വയസ്സ് മുതൽ LKG UKG പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ നല്ല ഒരു രീതിയിൽ പ്രാപ്തരാക്കി നമ്മളുടെ കൈകളിൽ എത്തിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഒരു ശില്പി ഒരു കല്ലിനെ നല്ല ഒരു വിഗ്രഹമാക്കിയെടുക്കുമ്പോൾ അതിന് ഏറ്റവും ഭംഗിയുള്ള ഈ ഭംഗി നമ്മൾ ആസ്വദിക്കുമ്പോഴാണ് അതിൻ്റെ കഷ്ടപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങളെ നമുക്ക് 1ാം ക്ലാസ്സിലോട്ട് വിടാൻ ഉള്ള പാകമാക്കി തരുന്നത് ഈ നേഴ്സറി സ്കൂളിൽ നിന്നുമാണ്. അതിന് ഏറ്റവും ബുദ്ധിമുട്ടും ഇതും നമ്മൾ സത്യത്തിൽ ഒന്നും അറിയുന്നില്ല. ഈ കുഞ്ഞുങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും അവർക്ക് ഓരോ സ്വപ്നമുണ്ട്. ആ സ്വപ്നം അവർ ഏതൊക്കെ മേഖലയിലെത്തിയാലും ഈ നേഴ്സറിയിൽ നിന്നും കിട്ടുന്ന ആ ഓർമ്മകൾ അവർക്ക് മറക്കുവാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം ഓരോ കുഞ്ഞും
കരഞ്ഞുകൊണ്ടാണ് നേഴ്സറി സ്കൂളിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് നേഴ്സറി കുഞ്ഞുങ്ങൾ തിരിച്ചു പോകുന്നത്. അതുപോലെ തന്നെയാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ 10ാം ക്ലാസ്സിൽ നിന്ന് പോകുന്നത്. പക്ഷേ ഇത് തമ്മിൽ ഇപ്പോഴത്തെ ജനറേഷൻ തമ്മിൽ വ്യത്യാസം ഉണ്ട്. അത് നമ്മളുടെ കുടുംബത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ പാകമാക്കി തരുന്ന ഈ കുഞ്ഞുങ്ങളെ നമുക്ക് ഏറ്റവും ഭംഗിയായി ചിട്ടയായി വളർത്തേണ്ടത് നമ്മുടെ കുടുംബ സാഹചര്യങ്ങളിലൂടെയാണ്. അവരെ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ അമ്മയായാലും അപ്പനായാലും അവരുടെ റോൾ മോഡലാകാനായിട്ട് കുഞ്ഞുങ്ങൾ ശ്രമിക്കും. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ വേണം ആ കുടുംബത്തിൽ നിന്നും കൊടുക്കുന്ന ആ ശിക്ഷണം. ഒരിക്കലും ഈ കുട്ടികൾ ഒരു നല്ല ഒരു ഭാവിയിൽ ഏതൊക്കെ മേഖലയിൽ ചെന്നാലും മിടുക്കന്മാരും മിടുക്കികളുമായി നല്ല മേഖല തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവും ശ്രദ്ധയും നമ്മളുടെ കുടുംബത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു അന്തരീക്ഷവുമായിരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നത്. ഈ വാർഷികാഘോഷവേളയിൽ എല്ലാവരുടെയും ഈ കുഞ്ഞുമക്കളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം ഞാനും ഈ വാർഷികാഘോഷത്തിന് ആശംസകൾ നേരുകയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സിനെയും ഈ പ്രിൻസിപ്പൽ അസിസ്റ്റൻ്റിനെയും ഏറ്റവും അംഗീകാരം കൊടുക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ വാർഷികാഘോഷവേളയിൽ. നന്ദി നിറഞ്ഞ സ്നേഹത്തോടെ എന്നെ ഈ വേദിയിലേക്ക് 2 വാക്ക് പറയുവാൻ ക്ഷണിച്ച സിസ്റ്ററിനും ഈ സ്കൂൾ അധികാരികൾക്കും ഞാൻ ഹൃദയം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി പറയുകയും വാർഷികത്തിനാകെ ആശംസകൾ നേർന്നുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. വിശ്വാസത്തിന് കരുത്തും ലാളിത്യത്തിൻ്റെ സൗന്ദര്യവും സമന്വയിപ്പിച്ചുകൊണ്ട് തൻ്റെ ആത്മീയ ഉത്തരവാദിത്വത്തിനപ്പുറം വിദ്യാർത്ഥികളുടെ വളർച്ചയിൽ മൂലാധിഷ്ഠിതമായ അടിത്തറ പാകുവാൻ ഏറെ ശ്രദ്ധ പുലർത്തുന്ന വ്യക്തിത്വം. സ്കൂളിൻ്റെ ഏത് കാര്യത്തിനും മാതൃസഹജമായ വാത്സല്യത്തോടെ ജാഗ്രതയോടെ നിലകൊള്ളുന്ന ലോക്കൽ മാനേജർ മദർ മാർഗരറ്റ് കുന്നേൽ SIBSനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഞങ്ങൾക്ക് ഏവർക്കും ഏറ്റവും പ്രിയങ്കരനായ ജേക്കബ് അച്ച, ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ കൗൺസിലർ ഡോക്ടർ സിസ്റ്റർ എമിലി, വാർഡ് കൗൺസിലർ ഷേർലി ആൻ്റണി, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസിൻ, മറ്റ് അധ്യാപകരെ, ഏറ്റവും പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്കറിയാം സ്കൂൾ വാർഷികങ്ങളും ആഘോഷങ്ങളുമൊക്കെ സന്തോഷത്തിൻ്റെ, അഭിമാനത്തിൻ്റെ, വിലയിരുത്തലിൻ്റെയൊക്കെ അവസരങ്ങളാണ്. നമ്മുടെ ഈ കൊച്ചു നഴ്സറി സ്കൂളിൻ്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ഒന്നിച്ചൊരുമയോടെ ഇവിടെ ആയിരിക്കുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുകയാണ്. നമ്മുടെ നഴ്സറി സ്കൂള് അല്പം ചെറുതാണെങ്കിലും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പറയാതിരിക്കാൻ പറ്റിയാല ഏറ്റവും മികവുറ്റതും കുട്ടികളുടെ സർവ്വതോത്മുഖമായ വളർച്ചയെ ലക്ഷ്യമാക്കിയിട്ടുള്ളതുമാണ് എന്ന് നമ്മുടെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസിൻ്റെ വിലയിരുത്തൽ പ്രസംഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. 67 വർഷത്തെ ഓർമ്മകളും നല്ല അനുഭവങ്ങളും പങ്കിടുന്ന ഈ സ്കൂളിൻ്റെ ഇന്നുള്ള അധ്യാപകരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അത്രയും കുട്ടികളുടെ കാര്യത്തിൽ, അവരുടെ വളർച്ചയിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കളും അധ്യാപകരുമാണ് ഇവിടെയുള്ളത്. എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെന്നറിഞ്ഞാൽ 100% സഹകരിക്കുന്ന രക്ഷിതാക്കളെയാണ് എനിക്കിവിടെ എന്നും കാണാനായിട്ട് സാധിച്ചത്. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പേരൻസിൻ്റെ നല്ലൊരു സഹകരണം, അവരുടെ ആ പാർട്ടിസിപ്പേഷൻ എല്ലാ കാര്യത്തിലും. അവർക്ക് വേണ്ടി ഒരു മത്സരം സംഘടിപ്പിച്ചാലും അല്ലെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും കാര്യങ്ങൾ സംഘടിപ്പിച്ചാലും ഒക്കെ പേരൻസ് നിങ്ങൾ ഓരോരുത്തരും അതിന് മുൻപന്തിയിലുണ്ട്. അതാണ് ഈ സ്കൂളിൻ്റെ ഒരു വലിയ വിജയമായിട്ട് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ആ കൂട്ടായ സഹകരണം, കൂട്ടായ പ്രവർത്തനം മുന്നോട്ട് ഞങ്ങളെ നയിക്കുന്നു. ഈ സ്കൂളുമായി നല്ലൊരു ബന്ധം നിങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്നു, അത് ഇനിയും തുടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ
നിഷ്കളങ്ക ജീവിതം. നമുക്കറിയാം, ഓരോ കുഞ്ഞുങ്ങളുടെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞു ഓരോ മാലാഖയാന്ന് പറഞ്ഞല്ലേ. അവരുടെ ആ നിഷ്കളങ്ക ജീവിതത്തിന് കോട്ടം തട്ടാതെ പരിശീലനം നൽകുമ്പോൾ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകളാണ് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരിക. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, പല ആവർത്തി പല വേദികളിലുമൊക്കെ കേട്ടിട്ടുള്ള വാക്കുകളാണ്. എവിടെ ഹൃദയം നിർമ്മലമാണോ അവിടെ പെരുമാറ്റത്തിൽ സൗന്ദര്യമുണ്ടാകും. എവിടെ പെരുമാറ്റത്തിൽ സൗന്ദര്യമുണ്ടോ അവിടെ വീടുകളിൽ സ്വസ്ഥത വരുന്നു. വീടുകളിൽ സ്വസ്ഥത വന്നാൽ ആ രാജ്യത്ത് ചിട്ട, ക്രമസമാധാനം ഉണ്ടാകും. അത് ലോക സമാധാനത്തിൽ ചെന്നെത്തിക്കും. അതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം എന്ന് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കി ഉത്തരവാദിത്വമുള്ളവരായിട്ട് നമുക്ക് മാറാം. നമ്മുടെ മക്കളുടെ കാര്യത്തിലായാലും കുടുംബത്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിലായാലും നമുക്ക് ഉത്തരവാദിത്വമുള്ളവരായിട്ട് മാറാം. ഈ സ്കൂളിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്കെല്ലാം ഞാൻ അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. ഈ സ്റ്റേജിൽ ഈ കുഞ്ഞോമനകൾ ആനന്ദ നൃത്തം ആടുമ്പോൾ ഇവരെ ഇതിനായി ഒരുക്കി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാവും പകലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറെ പേരുണ്ട്. നമുക്ക് അവർ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച സമയത്ത് നമ്മുടെ ഇവിടെ ഓഡിയോ വിഷ്വൽ പ്രോഗ്രാം നമ്മൾ കണ്ട് ആസ്വദിച്ച് അനുഭവിച്ച് ഒത്തിരി ഹൃദ്യമായ ഒരു അനുഭവം നമുക്ക് ഈ സ്കൂളിനെക്കുറിച്ച് മുഴുവനായ ഒരു വിലയിരുത്തൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. ഇങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് രാപകൽ അധ്വാനിച്ച വ്യക്തിത്വങ്ങളെ പ്രത്യേകമായി ഞാൻ ഓർക്കുകയാണ്. അവർക്ക് വേണ്ടി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. എല്ലാ വിജയാശംസകളും നന്മകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നമുക്കിനി തുടർന്ന് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പരിപാടികളൊക്കെ ആസ്വദിക്കാം. അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു മദർ. ഓർമ്മകൾ അത് പങ്കുവെക്കുമ്പോഴാണ് മനോഹരമാകുന്നത്. കുരുന്നു മനസ്സിലെ ഓർമ്മകൾക്ക് മാധുര്യമുള്ള നനവുണ്ട്. ഈ സ്കൂളിലെ തൻ്റെ 2 വർഷത്തെ ഓർമ്മകളിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു കുമാരി ആദിക ദീപു. Respected principal, teachers, dear parents and my lovely friends. My name is Adhika Deepu. Today I am very happy to stand here and share my experience as a former student of St. Michael English Medium Nursery School, Tathamballi. I studied here for 2 wonderful years. This school is not just a school for me, it is my second home. I learned my first letters, numbers, rhymes and many good habits from here. My principal, Sister Rosin, and the teachers are very kind and loving. They always helped me, guided me and taught me with a smile. I enjoyed singing, dancing, drawing, playing with my friends. Every day in the school was full of joy and happiness. This school is helping me to become confident. Now I am going to first standard, but I will never forget my school. Loving Sister Rosin, teachers, my dear friends. Thank you St. Michael Nursery School for giving me such beautiful memories. Thank you all. Have a nice day. താങ്ക് യു ആദിക. മികവിൻ്റെ ചിത്രങ്ങൾക്ക് മിഴിവേകാൻ പ്രോത്സാഹനങ്ങൾ അത്യാവശ്യമാണ്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ വിജയങ്ങൾ രചിച്ച കുരുന്നുകൾക്ക് സമ്മാനങ്ങൾ നൽകുവാൻ ബഹുമാനപ്പെട്ട ജേക്കബ് പൂമറ്റത്തിൽ അച്ഛനെ ക്ഷണിക്കുന്നു. LKG കാതലിൻ എലൈസ് അരുൺ, UKG അമേലിയ ജസ്റ്റിൻ. അടുത്തതായി സ്റ്റേറ്റ് ലെവൽ റെയിൻബോ സ്കോളർഷിപ്പ് എക്സാമിൽ റാങ്ക് ഹോൾഡേഴ്സ് ആയ കുട്ടികളുടെ പേരാണ് വിളിക്കുന്നത്. പേര് വിളിക്കുന്നതനുസരിച്ച് കുട്ടികൾ ഇത്രയും വേഗം സ്റ്റേജിലേക്ക് എത്തിച്ചേരുക. ഫ്രം LKG കാതലിൻ എലൈസ് അരുൺ 3rd rank, Mika Mariam Ebi 9th rank, Arush M 10th rank,
Muhammad Aslah 11th rank. Mia Sibin 13th rank. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. From UKG, Amelia Justin 9th rank. To know I'm happy as can be. Who would believe that I could be happy and contented? Nessa Mariam Joes 11th rank. This hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Eva Maria Saju 12th rank. And celebration when I tell everyone that you're in love with me. Congratulations Angel Soji 12th rank. and jubilation. I want the world to know I'm happy as can be. Aiden Francis 14th rank. I was afraid to think that you thought you were above me, that I was only fooling myself to think you loved me. But since tonight you said you wouldn't live without me, that roundabout me you wanted to stay. Congratulations and celebrations when I tell everyone that you're അടുത്തതായി ഡിസ്റ്റിങ്ഷൻ ലഭിച്ച കുട്ടികൾക്കുള്ള പ്രൈസാണ്. From LKG, Abel Anthony. I want the world to know I'm happy as can be. Muhammad Yafis. Aiden Xavier. Sanvikas Majid. Other way. Congratulations and say I'm happy as can be. Advik Sam M. Would believe that I could be happy and contented. I used to think that happiness hadn't been Sarang S. invented, but that was in the bad old days before I met you. Faustin When I Bennett. let you walk into my heart. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I was afraid to think that you From UKG, Esther Anna. that I was only fooling myself to think you Jaden. loved me. But since tonight you said you wouldn't live without me, that roundabout me you wanted Sarah to stay. Philo. Congratulations Jerome KV. and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm Achfas happy Anus. as can be. Elaine Mariam Ibn. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want
Adhika Debu, I'm happy as can be. I want the world to know I'm happy. Congratulations. Alana C.B. and Varghese. jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When it hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart, it hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart, it hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart, it hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart, it hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart, it hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart, it hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart, it hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart, congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I was afraid to think that you thought you were above me, that I was only fooling myself to think you loved me. But since tonight you said you wouldn't live without me, that round about me you wanted to stay. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I want the world to know. കോമ്പറ്റീഷൻ കാർമൽ സ്കൂൾ പഴവങ്ങാടിയിൽ വെച്ച് നടന്ന ഇംഗ്ലീഷ് ആക്സൻസ് കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂൾ 3ാം സ്ഥാനം കരസ്ഥമാക്കി. അതിൻ്റെ പ്രൈസാണ് ഇനി നമ്മൾ നൽകാൻ പോകുന്നത്. അതിനായി ഡോക്ടർ സിസ്റ്റർ എമിലിൻ തെക്കിത്തേരുവിലിനെ
ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നെസ മറിയം ജോയിസ്, അമേലിയ ജസ്റ്റിൻ, ആദിക ദീപു, ജൊഹന്ന തെരേസ, സാറ ഫിലോ, എമിൻ എലോറിയ, എലൈൻ മറിയം എബിൻ, ഇവ മരിയ സജു, എസ്തർ അന്ന, കൃതിക കിഷോർ. You're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I was afraid to think that you thought you were above me, that I was only fooling myself to think you loved me. But since tonight you said you wouldn't live without me, that roundabout me you wanted to stay. അടുത്തതായി ചിൽഡ്രൻസ് ഡേ സെൽഫി കോൺടെസ്റ്റിൽ പ്രൈസ് കിട്ടിയവരുടെ പേരാണ് വിളിക്കുന്നത്. From pre-KG, Luke Thomas Tiju, first prize. Mikhail Marshall, second prize. From LKG, Kathleen Elise Arun, first prize. Abel Anthony, second prize. Joanna Jordan, third prize. From UKG, Amelia Justin, first prize. Eva Maria Saju, second prize. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I was afraid to think that you thought you were above me, that I was only fooling myself to think you loved me. But since tonight you said you wouldn't live without me, that roundabout me. LKG, Kathleen Elise Arun, first prize. Congratulations and Joanne Michael, second prize. Mohammad Aslam, third prize. happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been From UKG, Amelia Justin, first prize. in the bad old days before. Eva Maria Saju, second prize. Adhika Debu, third prize. Walk into my heart. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I was afraid to think that you thought you were above me. 2025-26 അധ്യയന വർഷത്തിലെ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആദിക ദീപു. നല്ല കയ്യടികൾ നമുക്ക് നൽകാം. ആദിക ദീപു
congratulations and celebrations when I tell everyone that you're in love with me. Congratulations നല്ല കയ്യടികൾ നമുക്ക് നൽകാം. and jubilation. I want the world to know I'm happy as can be. അടുത്തതായി കുരിയാലശ്ശേരി പിതാവിൻ്റെ 153-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ടീച്ചേഴ്സിനായി നടത്തിയ പ്രസംഗ മത്സരത്തിൻ്റെ വിജയികളെയാണ് വിളിക്കുന്നത്. Miss Milu Tony first prize, Miss Jyoti Lakshmi second prize, Miss Jancy Thomason third prize. താങ്ക് യു സിസ്റ്റർ. അടുത്തതായി നമ്മുടെ പേരൻസിനായിട്ട് നടത്തിയ മത്സരങ്ങളുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. അത് നൽകുവാനായിട്ട് ശ്രീമതി ഷേർലി ആന്റണീനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദ്യമായി First prize, Mr. Bijamon, father of Elisa pre-KG. I used to think that happiness hadn't been invented, but that was in the bad old days. Second prize, Miss Anmol Joy, mother of Eva Maria Saju UKG. Walk into my heart. Congratulations. Third prize, Miss Reba Anthony, mother of Arbel Anthony LKG. Everyone that you're in love with me. Congratulations and jubilation. I want the world. അടുത്തതായി സ്പീച്ച് കോമ്പറ്റീഷൻ. മിസ്സസ് റൂബി എബ്രഹാം, മദർ ഓഫ് ജെയ്സ് മാത്യു UKG, ഫസ്റ്റ് പ്രൈസ്. That I was only fooling myself with thinking love me. But since tonight മിസ് കാവ്യ ദീപു, മദർ ഓഫ് ആദിക ദീപു UKG, സെക്കൻഡ് പ്രൈസ്. that round about me, you wanted to stay. മിസ് അനുമോൾ ജോയി, മദർ ഓഫ് ഇവ മരിയ സജു UKG, തേർഡ് പ്രൈസ്. When I tell everyone that you're in love with me. Congratulations and jubilation. അടുത്തതായി ഡ്രോയിങ് കോമ്പറ്റീഷൻ്റെയാണ്. First prize, Mr. Pradeep, father of Eric LKG. Second prize, Miss Shafana M, mother of Muhammad Yafis LKG. Third prize, Miss Linda, mother of Ethan Charlie LKG. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know താങ്ക് യു ആൻറ്റി. be as can be. അടുത്തതായി ഏഞ്ചൽസ് പ്ലേ സോണിലേക്ക് പ്ലേ മാറ്റ് സ്പോൺസർ ചെയ്തവരും ഏഞ്ചൽ പ്ലേ സോണിൽ കാർട്ടൂൺ വരയ്ക്കാൻ നല്ല കലാകാരിയെ കൊണ്ട് തന്നെ സഹായിച്ചവരും പ്ലേ മാറ്റ് വാങ്ങാൻ കാശ് തന്ന കുറേ പേരൻസ് ഉണ്ട്. അവരെ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾക്ക് സ്കൂളിൻ്റെ വക ഒരു ചെറിയ സമ്മാനം, പേര് വിളിക്കുന്നവർ മുന്നോട്ട് സമ്മാനം വാങ്ങാൻ എത്രയും വേഗം എത്തണമെന്ന് ഓർപ്പിക്കുന്നു. അത് നൽകാനായിട്ട് മദർ മാർഗറ്റിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അനു ടിജു, പ്രശാന്ത്, സീന, ജോർജൻ, And celebration. ആന്റണി, Tell everyone that you're in love with me.
Tinu Joyce, Abby, Leah, Binoy Michael. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy. LKGയിലെ ആബിൾ ആന്റണിയുടെ ഫാദർ ആന്റണി എത്രയും വേഗം സ്റ്റേജിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. That I was only fooling myself to think you loved me. But since tonight you said you wouldn't live without me, that roundabout me you wanted to stay. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. താങ്ക് യു സിസ്റ്റർ. That I was only fooling myself to think you loved me. But since tonight you said you wouldn't live without me, താങ്ക് യു മദർ. that ഇതോടെ നമ്മുടെ സമ്മാനദാന ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. റിതം ഓഫ് ദി ലിറ്റിൽ ഫീറ്റ്സ് എന്ന നമ്മുടെ മനോഹരമായ ആനുവൽ ഡേയിൽ ഏവർക്കും നന്ദി അർപ്പിക്കുവാനായി സെൻറ്റ് മൈക്കിൾ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറിയും UKG അധ്യാപികയുമായ ജെൻസി ടോമിസിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മനോഹരമായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച റവറൻഡ് ഫാദർ ജേക്കബ് പൂമറ്റം VC, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഡോക്ടർ സിസ്റ്റർ എമിലി തെക്കേത്തെരുവിൽ, ആശംസകൾ അർപ്പിച്ച വാർഡ് കൗൺസിലർ മിസ്സസ് ഷേർലി ആൻ്റണി, സ്കൂൾ മാനേജർ മദർ മാർഗരറ്റ് കുന്നേൽ, പ്രിൻസിപ്പൽ സിസ്റ്റർ റോസിൻ ടെല്ലിയിൽ, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള രക്ഷകർത്താക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ കിട്ടിയ ഈ അവസരത്തെ എൻ്റെ ഭാഗ്യമായി കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നാമധേയത്തിലുള്ള നമ്മുടെ നഴ്സറി സ്കൂൾ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് 67-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. 1.5 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെയാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. സ്കൂൾ തുറന്നു വരുന്ന ആദ്യ ദിവസങ്ങളിൽ വളരെ പേടിയോടും അമ്പരപ്പോടും കൂടെ എത്തുന്ന കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ സ്കൂളുമായി ഇണങ്ങിച്ചേരുന്നു. പിന്നെ അവർക്ക് വീട് പോലെ തന്നെ പ്രിയപ്പെട്ടതാവുന്നു ഈ സ്കൂളും ഇവിടുത്തെ സിസ്റ്റേഴ്സും അധ്യാപകരുമെല്ലാം. ഒരു വർഷക്കാലം വളരെ വേഗത്തിൽ കടന്നുപോയ ഒരു അധ്യയന വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു തിരിഞ്ഞുനോട്ടം, അതാണ് സ്കൂൾ വാർഷികാഘോഷം. ഈ വാർഷികാഘോഷ ദിനത്തിൽ നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയായ റവറൻഡ് ഫാദർ ജേക്കബ് പൂമറ്റം VC, അച്ഛൻ തൻ്റെ എല്ലാ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുകയും കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അച്ഛന് ഈ സ്കൂളിൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ഹൃദയംഗമമായി നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ സിസ്റ്റർ എമിലി തെക്കേത്തെരുവിൽ SABS നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ നമുക്ക് ആവേശവും ഉത്സാഹവും പകർന്നു തരികയും ചെയ്തു. സിസ്റ്ററിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ഈ സ്കൂളിൻ്റെ പേരിലുമുള്ള ഹാർദവമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ വാർഡ് കൗൺസിലർ ആയ ശ്രീമതി ഷേർലി ആൻ്റണി തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേരുകയും കുഞ്ഞുങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത ഷേർലി മാഡത്തിന് ഈ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഫാദർ എബിസണും ഫാദർ അലോഷ്യസിനും നഴ്സറി സ്കൂളിൻ്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ സ്കൂളിൻ്റെ മാനേജരായ മദർ മാർഗരറ്റ് സ്കൂളിൻ്റെ ഏത് ആവശ്യങ്ങൾക്ക് ഓടിയെത്തുകയും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരികയും അധ്യാപകരായി ഞങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒത്തിരി സ്നേഹിക്കുകയും ചെയ്യുന്ന മദറിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയംഗമമായ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായി മാറിയ നമ്മുടെ നഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസിൻ. നമുക്കറിയാം സിസ്റ്റർ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. എപ്പോഴും പ്രോഗ്രാംസ്, കുഞ്ഞുങ്ങളും പാരൻസും എല്ലാം വളരെ സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കുന്നു. സിസ്റ്റർ വന്നതിന് ശേഷം ഈ നഴ്സറിക്ക് ഒരു പുതിയ ഉണർവ് തന്നെ ഉണ്ടായി. ഓരോ ദിവസവും സ്കൂൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന ചിന്തയോടെയാണ് സിസ്റ്റർ നടക്കുന്നത്. ഈ ആനുവൽ ഡേ ഏറ്റവും മനോഹരമാക്കുവാൻ അക്ഷീണം പ്രവർത്തിച്ച സിസ്റ്ററിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നിസ്സീമമായ നന്ദി അർപ്പിക്കുന്നു. ഇനി നന്ദി അർപ്പിക്കേണ്ടത് രക്ഷിതാക്കളായ നിങ്ങൾ ഓരോരുത്തരോടുമാണ്. സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുകയും കുഞ്ഞുങ്ങളുടെ ഏത് ആവശ്യങ്ങൾ പറഞ്ഞാലും സന്തോഷത്തോടെ സ്വീകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഈ സ്കൂളിൻ്റെ പേരിലുള്ള ഹാർദവമായി നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നേ ദിവസം കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ ആഘോഷം നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തപ്പെടുന്നത്. വളരെ താല്പര്യത്തോടെ നിങ്ങളതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇന്നേ ദിവസം പരിപാടികൾ വൻ വിജയമാക്കുവാൻ സ്വാഗതം ആശംസിച്ച കൊച്ചു മിടുക്കുകൾ മുതൽ പരിപാടികൾ അവതരിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന എല്ലാ മിന്നും താരങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം അർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നേ ദിവസം ഏറെ മനോഹരമാക്കാൻ പ്രയത്നിക്കുകയും കുഞ്ഞുങ്ങളെ കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ പ്രാപ്തരാക്കുകയും ആക്കിയ എൻ്റെ സഹപ്രവർത്തകർക്കും ഡാൻസ് പഠിപ്പിച്ച ജിനീഷ് സാറിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ കോൺവെൻറ്റിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും ഓർക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിക്കുകയും നഴ്സറിയിലെ ഓരോ പ്രോഗ്രാമിലും കുഞ്ഞുങ്ങളെയും ഞങ്ങളെയും ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സ്നേഹനിധികളായ സിസ്റ്റേഴ്സിന് ഏറെ നന്ദിയോടെ നന്ദി പറയുന്നു. ഈ വാർഷികാഘോഷം ഇന്നത്തെ ഈ പരിപാടിയുടെ വിജയം കൃത്യമായ അവതരണ മികവിനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തങ്ങളുടെ പഠനത്തിൻ്റെ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേരുകയും ഈ പരിപാടി ഭംഗിയായി കമ്പയർ ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ടോസ്മിക്കും എമിക്കും നന്ദിയുടെ നറുമലരികൾ അർപ്പിക്കുന്നു. ഈ വാർഷികാഘോഷം മനോഹരമാക്കാൻ സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. എല്ലാം നന്മയ്ക്കായി പര്യവസാനിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തോട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയ ബഹുമാനനായ വാർഡ് കൗൺസിലർ ശ്രീമതി ഷേർലി ആൻ്റണിക്ക് ഈ സ്കൂളിൻ്റെ ഒരു സ്നേഹോപഹാരം ഈ നിമിഷം നൽകുന്നു. പൊന്നാട അണിയിക്കുവാനായി ജേക്കബ് അച്ഛനെ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കുന്ന ഓരോ ചുവടിനും പിന്നിൽ ഒരാളുണ്ട്. ഓരോ താളത്തിനും പിന്നിൽ ഒരു മാർഗദർശിയുണ്ട്. അവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡാൻസ് മാസ്റ്റർ ഗിരീഷ് സാർ. ചുവടുകൾ മാത്രം പഠിപ്പിച്ചില്ല, ആത്മവിശ്വാസം പഠിപ്പിച്ചു, ക്രമശീലം പഠിപ്പിച്ചു. വേദിയിൽ നിൽക്കാനുള്ള ധൈര്യം കുട്ടികൾക്ക് നൽകി. അവരുടെ ക്ഷമയും പരിശ്രമവും സമർപ്പണവുമാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വേദിയിൽ താരങ്ങളാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്ന ഈ സമയം ആയിരിക്കുന്നു. ആദരണീയായ ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനെ നമ്മുടെ സാറിനെ ആദരിക്കാനായിട്ട് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.